ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് കാണാൻ പോകുന്നത് electrolytic cells and electrolysis. Today we are going to see electrolytic cells and electrolysis. നമ്മൾ നേരത്തെ കണ്ടത് ഇലക്ട്രോകെമിക്കൽ സെൽസ് ആയിരുന്നു. ഇലക്ട്രോകെമിക്കൽ സെൽസും ഇലക്ട്രോളിറ്റിക് സെൽസും തമ്മിലുള്ള വ്യത്യാസം നമ്മൾ തുടക്കത്തിൽ തന്നെ പറഞ്ഞു. ഇലക്ട്രോകെമിക്കൽ സെൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കെമിക്കൽ റിയാക്ഷൻ ഉപയോഗിച്ച് ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ്. They are electricity generators, we can say, by spontaneous redox reactions. But in electrolytic cells, രണ്ടും മാറിപ്പോയത്. In electrolytic cells, an external source of energy is used, electrical energy is used, or voltage is used to bring out a chemical reaction. പുറത്തുനിന്നൊരു എനർജി, ഇലക്ട്രിക്കൽ എനർജി ഇതിലേക്ക് കൊടുക്കണം ഒരു കെമിക്കൽ റിയാക്ഷൻ തരാൻ. അപ്പോൾ നേരത്തെ പറഞ്ഞതിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ് ഈ പറഞ്ഞത് എന്നുള്ളത് ഓർക്കുക കേട്ടോ. നേരത്തെ പറഞ്ഞത് കെമിക്കൽ റിയാക്ഷൻ നടത്തിയിട്ട് ഇലക്ട്രിക്കൽ എനർജി കിട്ടുന്നു, ഇവിടെ ഇലക്ട്രിക്കൽ എനർജി കൊടുത്തിട്ട് കെമിക്കൽ റിയാക്ഷൻ ഉണ്ടാകുന്നു. അതാണ് ഇത് തമ്മിലുള്ള വ്യത്യാസം. നമ്മൾ പല തരത്തിൽ നമ്മളിത് ഉപയോഗിക്കാറുണ്ട്. ചെറിയ ക്ലാസ്സുകളിലൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും ഇലക്ട്രോളിറ്റിക് സെൽസിനെ കുറിച്ച്. ഇപ്പം സ്പൂണിൻ്റെ മുകളിൽ സ്വർണം പൂശുക അല്ലെങ്കിൽ വെള്ളി പൂശുക, കോട്ടിംഗ് ഓഫ് ദിസ് ഗോൾഡ് ഓർ സിൽവർ ഓൺ കോപ്പർ സ്പൂൺസ് എന്നൊക്കെ പറഞ്ഞിട്ട് ചെറിയ ക്ലാസ്സുകളിൽ നമ്മളിതിന് എക്സാമ്പിൾസ് പഠിച്ചിട്ടുണ്ട്. Okay, and one of the simplest electrolytic cell consists of two copper strips which are dipping in an aqueous solution of copper sulfate, and a DC current is applied across these electrodes where DC is used. നേരത്തെ നമ്മൾ വീറ്റ്സ്റ്റോൺസ് ബ്രിഡ്ജ് പറഞ്ഞപ്പോൾ AC ആയിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇവിടെ നമ്മൾ DC ആണ് പറയുന്നത്. DC കൊടുത്താലേ നമുക്ക് ഈ കാഥോഡും ആനോഡും കിട്ടുള്ളൂ. ഓക്കെ, ഒരു പോളറൈസേഷൻ അവിടെ ആവശ്യമായതുകൊണ്ടാണ് നമ്മൾ DC അപ്ലൈ ചെയ്യുന്നത്. So we are applying DC ആണ് അപ്ലൈ ചെയ്യുന്നത് ഈ ഇലക്ട്രോഡ്സിൽ. Then copper 2+ ions discharge at the cathode, and this Cu2+ ions that receives 2 electrons and that get discharged as Cu. Okay, റിഡക്ഷൻ ആണ് നടക്കുന്നത്. റിഡക്ഷൻ takes place at cathode. അപ്പോൾ കാഥോഡ് ഇവിടെ റിഡക്ഷൻ ആയതുകൊണ്ട് നെഗറ്റീവ്ലി ചാർജ്ഡ് ഇലക്ട്രോഡ് ആയിട്ട് തന്നെയാണ് നമ്മൾ പറയുക. ഓക്കെ, നേരത്തെ പറഞ്ഞതിൽ നിന്ന് വ്യത്യാസം ഓർക്കണം കേട്ടോ. അവിടെ പോസിറ്റീവ് ആയിട്ടായിരുന്നു പറഞ്ഞിരുന്നത് എന്നുള്ളത് നമ്മളൊന്ന് ഓർക്കണം. കോപ്പർ മെറ്റൽ ഈസ് ഡിപ്പോസിറ്റഡ് അറ്റ് ദി കാഥോഡ്. കാഥോഡിൽ കോപ്പർ ഡിപ്പോസിറ്റ് ചെയ്യുക. കാരണം അവിടെയാണ് ഈ ചാർജ് എന്ത് ചെയ്യുന്നത്, കോപ്പർ 2+ അയോൺസ് 2 ഇലക്ട്രോണിനെ സ്വീകരിച്ചിട്ട് കോപ്പർ ആയിട്ട് ഡിപ്പോസിറ്റ് ചെയ്യുന്നത്. ആനോഡിൽ ഓക്സിഡേഷൻ ആണ് നടക്കുക. ദാറ്റ് ഇസ് വൈ ഇറ്റ് ഈസ് പോസിറ്റീവ്ലി ചാർജ്ഡ്. സോ അറ്റ് ആനോഡ് കോപ്പർ ഗെറ്റ് ഓക്സിഡൈസ്ഡ്. കാഥോഡ് കോപ്പർ ഈസ് റെഡ്യൂസ്ഡ്. So at anode, copper that give out 2 electrons and get converted into Cu2+ ions. അത് 2 ഇലക്ട്രോണിനെ പുറത്തു വിട്ടിട്ട് Cu2+ ions ആയിട്ട് മാറും. Cu2+ ions ആയിട്ട് മാറും. അപ്പോൾ അവിടെ ഓക്സിഡേഷൻ ആണ് നടക്കുന്നത്. ഓക്കെ, the copper is dissolved at anode and deposited at cathode. അപ്പോൾ കോപ്പർ നമ്മളൊരു സെല്ല് എടുക്കുകയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കോപ്പർ അവിടെ ആനോഡിൽ എന്ത് ചെയ്യും, ആനോഡിൽ അത് ഡിസോൾവ് ചെയ്യുകയാണ് ചെയ്യുക. അപ്പോൾ നമ്മൾ സാധാരണ പ്യൂരിഫിക്കേഷനിലൊക്കെ കോപ്പറിൻ്റെ ഒക്കെ പ്യൂരിഫിക്കേഷനിലൊക്കെ നമ്മൾ ഇങ്ങനെയാണ് ചെയ്യുക. ഇംപ്യൂർ കോപ്പർ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ആനോഡായിട്ട് എടുക്കും. ഒരു പ്യുവർ കോപ്പറിൻ്റെ ഒരു തിൻ ഷീറ്റ് നമ്മൾ കാഥോഡായിട്ട് എടുക്കും. കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ റിയാക്ഷൻ പ്രൊസീഡ് ചെയ്ത് കഴിഞ്ഞാൽ കാഥോഡിൽ റിഡക്ഷൻ ആണല്ലോ നടക്കുന്നത്. അവിടെ കോപ്പർ ഡിപ്പോസിറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. അങ്ങനെ അതിൻ്റെ സൈസ് കൂടി വരും. ആനോഡിൽ ഈ ഇംപ്യൂർ കോപ്പർ അതങ്ങനെ ഡിസോൾവ് ചെയ്ത് കോപ്പർ 2+ അയോൺസ് ആയിട്ട് അങ്ങനെ സൊല്യൂഷനിലേക്ക് പോയിക്കൊണ്ടേയിരിക്കും. ഓക്കെ, ആക്ച്വലി ഇങ്ങനെ സൊല്യൂഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ആ സൊല്യൂഷനിൽ നിന്ന് കോപ്പർ കാഥോഡിൽ ഡിപ്പോസിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടാവും. മനസ്സിലായല്ലോ, റിഡക്ഷൻ ആയിട്ട്. ഇതാണ് നമ്മളവിടെ പ്യൂരിഫിക്കേഷൻ. ഇതിൻ്റെ ഇടയ്ക്ക് ഈ ആനോഡ് എന്ന് പറയുന്ന സ്ഥലത്തുള്ള ഇംപ്യൂരിറ്റീസ്, ആനോഡ് ഇംപ്യൂർ കോപ്പർ ആണ്. അപ്പോൾ ഇംപ്യൂരിറ്റീസ് ഈ ആനോഡിന്റെ ഇലക്ട്രോഡിന്റെ താഴെ അടിയും. എങ്ങനെ അടിയും, അതിൽ ഇംപ്യൂർ ആയിട്ടില്ല ഈ ഓക്സിഡേഷൻ ഒന്നും വിധേയമാവാത്ത ഇംപ്യൂരിറ്റീസ് ഉണ്ടെങ്കിൽ അതിങ്ങനെ താഴേക്ക് വീണ് അടിയിൽ ഊറിക്കൊണ്ടിരിക്കും. ഇത് നമ്മൾ ആനോഡ് മഡ് എന്നാണ് പറയുക, ആനോഡ് മഡ്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മൾ ഇലക്ട്രോളിറ്റിക് സെൽസ് നമുക്ക് ഏറ്റവും സിമ്പിൾ ആയിട്ട് പറയാവുന്ന ഒന്ന് എന്ന് പറയുന്നത്. ഇങ്ങനെ വളരെ പ്യുവർ ആയിട്ടുള്ള കോപ്പർ നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടി, വളരെ ഹൈ പ്യൂരിറ്റി ഉള്ള കോപ്പർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ മെത്തേഡ് യൂസ് ചെയ്യാം. നല്ല കണ്ടക്ടേഴ്സ് ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മളിത് യൂസ് ചെയ്യാം. മനസ്സിലായില്ലേ? ഇത് മാത്രമല്ല, കോപ്പർ മാത്രമല്ല, we can make many other metals like sodium or magnesium or aluminum. ഇങ്ങനത്തെ മെറ്റൽസ് ഒക്കെ നമ്മൾ അലൂമിനിയത്തിലും നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നല്ലോ ഇല്ലേ? അലൂമിനിയത്തിലും നമ്മൾ ഇലക്ട്രോളിസിസ് കണ്ടിട്ടുണ്ടായിരുന്നു. പ്യുവർ അലൂമിനിയം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മളത് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം ലാർജ് സ്കെയിൽ പ്രൊഡക്ഷൻസിനൊക്കെ ഇതിൽ
ഈ മെത്തേഡ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട് എന്നർത്ഥം. ഓക്കെ, ഇങ്ങനെ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് അതുമായി ബന്ധപ്പെട്ട കുറെ ക്വാണ്ടിറ്റി, എത്ര വൈദ്യുതി കടത്തിവിടണം, എത്ര വൈദ്യുതി കടത്തിവിട്ടാൽ എത്ര എമൗണ്ട് ഉണ്ടാവും, സബ്സ്റ്റൻസസ് എത്ര എമൗണ്ട് ഉണ്ടാവും, അങ്ങനെ കുറെ ക്വസ്റ്റ്യൻസ് നമ്മുടെ മുമ്പിൽ വരും അല്ലേ. ഇപ്പോൾ കോപ്പറിലൂടെ നമ്മൾ വൈദ്യുതി ഡി സി കടത്തിവിട്ടപ്പോൾ ആനോഡിലെ ഓക്സിഡേഷനും കാഥോഡിലൂടെ ഇതൊക്കെ നമുക്ക് പറയാം. ഓക്കെ, ഇറ്റ് ഈസ് വെരി സിമ്പിൾ ടു സേ വാട്ട് ഈസ് ഹാപ്പനിങ് ദർ, ബട്ട് ഹൗ മച്ച് ഈസ് ഹാപ്പനിങ് ദർ ഈസ് എ ക്വസ്റ്റ്യൻ. എത്ര ഉണ്ട് അല്ലെങ്കിൽ എത്ര അതിൽ ഉണ്ടാവുന്നുണ്ട് എന്നുള്ളത്, ദാറ്റ് ഈസ് എ ക്വസ്റ്റ്യൻ. സോ ആ ക്വസ്റ്റ്യനുള്ള ഉത്തരം ആക്ച്വലി ഈ വൈദ്യുതി കണ്ടുപിടിച്ച ആൾ തന്നെയാണ് പറഞ്ഞത്. ദാറ്റ് ഈസ് the famous scientist Michael Faraday, who was the first scientist to describe the quantitative aspects of this electrolysis. Quantitative aspects, quantity, അളവ്. അന്ന് നമുക്ക് ഓർക്കണം കേട്ടോ, അന്ന് വൈദ്യുതി നമ്മൾ കാണുന്ന പോലത്തെ വൈദ്യുതി ഒന്നും അന്നില്ല. ഒരു കോൺസ്റ്റന്റ് ജനറേറ്റർ എന്ന് പറയുന്നത് പോലും ഇല്ല എന്ന് വേണമെങ്കിൽ പറയാം. അത്രയും വളരെ ഇനീഷ്യൽ സ്റ്റേജിൽ ഉണ്ടായിരുന്ന ഒരു സമയത്ത് വൈദ്യുതി നമ്മൾ ഉണ്ടാക്കുന്നത് കണ്ടുപിടിച്ച ആളാണല്ലോ മൈക്കിൾ ഫാരഡേ എന്ന് പറയുന്നത്. വൈദ്യുതി ഒരു മാഗ്നറ്റിക് ഫീൽഡിൽ ഇങ്ങനെ ചലിപ്പിക്കുമ്പോൾ അതിൽ വൈദ്യുതി ഇൻഡ്യൂസ് ചെയ്യുന്നൊക്കെ കണ്ടുപിടിച്ച ആളാണല്ലോ ഫാരഡേ. അദ്ദേഹം തന്നെയാണ് ഇതിന്റെ കെമിസ്ട്രിയും കണ്ടുപിടിച്ചത് എന്ന് ഓർക്കണം. ഇറ്റ്സ് വെരി അദ്ദേഹത്തിന്റെ ഇമ്പോർട്ടൻസ് അതാണ്. ആൻഡ് സ്റ്റിൽ വി ആർ യൂസിങ് ദി സെയിം പ്രിൻസിപ്പിൾ ടു അനലൈസ് ദീസ് ക്വാണ്ടിറ്റേറ്റീവ് ആസ്പെക്ട്സ് ഓഫ് ഇലക്ട്രോളിസിസ്. ആൻഡ് ഹി പുട്ട് ഫോർവേഡ് 2 laws. 2 നിയമങ്ങളാണ് അദ്ദേഹം പ്രപ്പോസ് ചെയ്തത്. ഫാരഡേസ് ഫസ്റ്റ് ലോ ആൻഡ് ഫാരഡേസ് സെക്കൻഡ് ലോ. ഈ 2 നിയമങ്ങൾ സ്റ്റിൽ ഇറ്റ് ഈസ് വാലിഡ്, കാരണം അത്രയും പെർഫെക്റ്റ് ആയിരുന്നു അത് എന്നുള്ളതുകൊണ്ടാണ്. ഓക്കെ, അതൊക്കെയാണ് ഫാരഡേ നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാന കാര്യങ്ങൾ. മനസ്സിലായില്ലേ? കണ്ടുപിടിച്ച അവിടെ വെച്ചതല്ല. ഹി ഫർദർ സ്റ്റഡീഡ് ദ ഡിഫറെന്റ് ആസ്പെക്ട്സ് ഓഫ് ഇലക്ട്രിസിറ്റി, ഈവൻ ദ കെമിക്കൽ ആസ്പെക്ട്സ് ഓഫ് ഇലക്ട്രിസിറ്റി. So let us see what is. So there are 2 laws. That is the quantitative aspect of electrolysis. There are 2 laws. അദ്ദേഹം ഇലക്ട്രോലിറ്റിക്കിനെ കുറിച്ച്, ഇലക്ട്രോ കെമിക്കൽ മാത്രമല്ല ഇലക്ട്രോലിറ്റിക്കും അദ്ദേഹം ചെയ്തു എന്നുള്ളതാണ് ഇമ്പോർട്ടൻസ്. വൈദ്യുതി ഉണ്ടാക്കിയത് മാത്രമല്ല, ഓക്കെ, വൈദ്യുതി സെല്ലിലൂടെ അല്ലെങ്കിലും കൂടി വൈദ്യുതി ഉണ്ടാക്കിയ എന്നുള്ളത് മാത്രമല്ല, ആ വൈദ്യുതിയുടെ രാസപ്രവർത്തനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും പഠിക്കേണ്ടായി എന്നുള്ളതാണ് അതിന്റെ പ്രാധാന്യം. So let us see what is first law. വേറെ പേരുകളൊന്നും അല്ല കേട്ടോ. കോൾറേഷസ് ലോ ഓഫ് ഇൻഡിപെൻഡന്റ് മൈഗ്രേഷൻ ഓഫ് അങ്ങനെയൊന്നും അല്ല പേര്. ഫസ്റ്റ് ലോ ആൻഡ് സെക്കൻഡ് ലോ, ദർ ആർ 2 laws. അത് ആദ്യത്തെ നിയമം കഴിഞ്ഞിട്ട് രണ്ടാമത്തെ നിയമം അങ്ങനെയൊന്നും കൺസിഡർ ചെയ്യേണ്ട കാര്യമില്ല. ദർ ആർ 2 laws, ഫസ്റ്റ് ലോ ആൻഡ് സെക്കൻഡ് ലോ. ഫസ്റ്റ് ലോ ഈസ് ദ എമൗണ്ട് ഓഫ് കെമിക്കൽ റിയാക്ഷൻ അറ്റ് എനി ഇലക്ട്രോഡ്, കാഥോഡ് ഓർ ആനോഡ്, എവിടെയായാലും വേണ്ടില്ല, അവിടെ എത്ര എമൗണ്ട് റിയാക്ഷൻ നടന്നു എന്നുള്ളത് ഡ്യൂറിംഗ് ദ പ്രോസസ്, ഡ്യൂറിംഗ് ദ ഇലക്ട്രോളിസിസ് ഓർ ഇൻ ആൻ ഇലക്ട്രോളിറ്റിക് സെൽ ബൈ ആൻ ഇലക്ട്രിക് കറന്റ്. അതായത് വൈദ്യുതി കടത്തി വിട്ടിട്ട് ഇലക്ട്രോളിസിസ് നടത്തുമ്പോൾ അല്ലെങ്കിൽ ഒരു കെമിക്കൽ റിയാക്ഷൻ നടത്തുമ്പോൾ ഓരോ ഇലക്ട്രോഡിലും എത്ര അളവ് റിയാക്ഷൻ നടന്നു എന്നുള്ളത്, ദാറ്റ് ഈസ് പ്രൊപ്പോർഷണൽ ടു ദി ക്വാണ്ടിറ്റി ഓഫ് ഇലക്ട്രിസിറ്റി പാസ്ഡ് ത്രൂ ദ ഇലക്ട്രോലൈറ്റ്. സൊല്യൂഷൻ ഓർ മെൽറ്റ് എന്നുള്ളതൊക്കെ ടെക്സ്റ്റിൽ ഉള്ളതുകൊണ്ട് അതേപടി അടിച്ചേ ഉള്ളൂ, അതിന്റെ ആവശ്യമില്ല. നിങ്ങൾ ഇലക്ട്രോലൈറ്റ് എന്ന് അടിച്ചാൽ മതി. ഇലക്ട്രോലൈറ്റ് എന്ന് പറഞ്ഞാൽ ആ സബ്സ്റ്റൻസ് സൊല്യൂഷൻ ആക്കിയ ആ സൊല്യൂഷൻ, അതിലൂടെ എത്ര അളവ് വൈദ്യുതി കടത്തിവിട്ടു. അപ്പൊ നമ്മൾ അതിനെക്കുറിച്ച് നമ്മൾ പറയും, എത്ര അളവാണ് കടത്തിവിട്ടത് എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യാം. നോ പ്രോബ്ലം. അപ്പൊ ഇത് പഠിച്ചല്ലോ, ഇത് വലിയ പ്രയാസം ഉണ്ടോ? ഇല്ല. എമൗണ്ട് പ്രൊപ്പോർഷണൽ ക്വാണ്ടിറ്റി ഓഫ് ഇലക്ട്രിസിറ്റി, എത്ര നമ്മൾ ഉദ്ദേശിച്ചുള്ളൂ. ദ എമൗണ്ട് ഓഫ് കെമിക്കൽ റിയാക്ഷൻ ഓർ ദ എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് ഡിപ്പോസിറ്റഡ് അറ്റ് കോപ്പർ ഇലക്ട്രോഡ് എന്നൊക്കെ നമ്മൾ കോപ്പറിന്റെ കേസിൽ പറഞ്ഞ പോലെയാണ് വെച്ചാൽ പറയാം. എമൗണ്ട് ഓഫ് കോപ്പർ ഡിപ്പോസിറ്റഡ് അറ്റ് കാഥോഡ് ഈസ് പ്രൊപ്പോർഷണൽ ടു ദി ക്വാണ്ടിറ്റി ഓഫ് ഇലക്ട്രിസിറ്റി പാസ്ഡ് ത്രൂ ദ ഇലക്ട്രോലൈറ്റ്. സിമ്പിൾ ആണ്. കോപ്പർ എന്ന് പറയണമെന്നില്ല, എമൗണ്ട് ഓഫ് കെമിക്കൽ റിയാക്ഷൻ. ഈ എമൗണ്ട് ഓഫ് കെമിക്കൽ റിയാക്ഷൻ എന്നുള്ളത് ഉദ്ദേശിച്ചത് അതാണ്, എത്ര ഡിപ്പോസിറ്റ് ചെയ്തു അല്ലെ എത്ര ഡിസോൾവ് ചെയ്ത് പോയി. അപ്പോൾ ഇതാണ് അവിടെ നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. എമൗണ്ട് ഓഫ് റിയാക്ഷൻ പ്രൊപ്പോർഷണൽ ടു ക്വാണ്ടിറ്റി ഓഫ് ഇലക്ട്രിസിറ്റി. വെരി സിമ്പിൾ. രണ്ടാമത്തത് സെക്കൻഡ് ലോ ആണ്. സെക്കൻഡ് ലോ അവിടെ പറയുന്നത് എമൗണ്ട് ഓഫ് ഡിഫറെന്റ് സബ്സ്റ്റൻസസ് ലിബറേറ്റഡ് ബൈ ദ സെയിം ക്വാണ്ടിറ്റി ഓഫ് ഇലക്ട്രിസിറ്റി ത്രൂ ഡിഫറെന്റ് സൊല്യൂഷൻസ്. നേരത്തെ നമ്മൾ ഒരു സെല്ലെടുത്തു, ആ സെല്ലിൽ 2 ഇലക്ട്രോഡുകൾ ഉണ്ട്, ഒരു ഇലക്ട്രോലൈറ്റ് ഉണ്ട്. ഓക്കെ, ഇപ്പൊ നേരത്തെ പറഞ്ഞ സെല്ല് തന്നെ 2 കോപ്പർ ഇലക്ട്രോഡ്സ്, ഒരു ഇംപ്യൂർ കോപ്പറും ഒരു പ്യൂർ കോപ്പറിന്റെ ഷീറ്റും. അതിന് എക്സ്റ്റേണലി DC കറണ്ട് കൊടുത്തിട്ടുണ്ട്. ഇലക്ട്രോളിസിസ് നടത്താൻ വേണ്ടിയിട്ട് ഒരു സെല്ലിൽ ഇലക്ട്രോലൈറ്റ് കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ ഉള്ള ഒരു സെല്ലിലാണ് അത് മുക്കി വെച്ചിട്ടുള്ളത്. കഴിഞ്ഞു, സിമ്പിൾ ആയിട്ടുള്ള ഒരു സെറ്റപ്പ്. രണ്ടാമത്തത് അങ്ങനെയല്ല. രണ്ടാമത്തത് നമുക്ക് ഇതുപോലെ വേറൊരു സെല്ലുണ്ട് തൊട്ടടുത്ത്. ഓക്കെ, അല്ലെങ്കിൽ ഇനി മൂന്നാമത്തെ വേറൊരു സെല്ലുണ്ട് തൊട്ടടുത്ത്. ഇങ്ങനെ വ്യത്യസ്ത സെല്ലുകൾ, ഒരു കോപ്പർ സൾഫേറ്റ് ഉള്ളത് അല്ലെങ്കിൽ സിൽവർ നൈട്രേറ്റ് ഉള്ള വേറൊരു സെല്ല്, ഇങ്ങനെ ഡിഫറെന്റ് ആയിട്ടുള്ള സെല്ലുകൾ. ഈ സെല്ലുകളെല്ലാം കൂടി നമ്മൾ കണക്റ്റഡ് ആണ്.
എല്ലാം കണക്ട് ചെയ്തിട്ടുണ്ട് വിചാരിക്കുക. ഇപ്പൊ 3 സെല്ലുണ്ട്, 3 കണക്ട് ചെയ്തിട്ടുണ്ട് ഒറ്റ ഇലക്ട്രിസിറ്റി സോഴ്സിലേക്ക്. അപ്പോൾ ഒരേ സോഴ്സിൽ നിന്നാണ് വൈദ്യുതി ഈ 3ലേക്കും കൊടുത്തിട്ടുള്ളത് എന്ന് വിചാരിക്കുക. അപ്പൊ സെയിം എമൗണ്ട് ഇലക്ട്രിസിറ്റിയാണ് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ മതി. ഒരേ ഒന്നിച്ച് കണക്റ്റഡ് ആവണമെന്നില്ല, വൈദ്യുതി ഒരേ എമൗണ്ട് കൊടുത്താൽ മതി 3 സെല്ലിലും. മനസ്സിലായില്ലേ? അതിൽ ഓരോ വസ്തുക്കളും എത്ര ഡിപ്പോസിറ്റ് ചെയ്തു, അല്ലെങ്കിൽ ഓരോ ഇലക്ട്രോഡിലും എന്തൊക്കെ അറിയാം. ഇപ്പൊ കോപ്പർ ഇലക്ട്രോഡ് ആണെന്ന് വെച്ചാൽ അതിൽ കോപ്പറിൽ എത്ര എമൗണ്ട് ഡിപ്പോസിറ്റ് ചെയ്തു അല്ലെങ്കിൽ ലിബറേറ്റ് ചെയ്തു. സിൽവർ ആണ് അപ്പുറത്ത് വെച്ചാൽ സിൽവർ എത്ര ചെയ്തു, ഗോൾഡ് ആണ് അപ്പുറത്ത് വെച്ചാൽ ഗോൾഡ് എത്ര ചെയ്തു. ഒരേ എമൗണ്ട് ഇലക്ട്രിസിറ്റി, സെയിം ക്വാണ്ടിറ്റി ഓഫ് ഇലക്ട്രിസിറ്റി. ദിസ് ഈസ് പ്രൊപ്പോർഷണൽ ടു ദെയർ കെമിക്കൽ ഇക്വാലൻസ്. കെമിക്കൽ ഇക്വാലന്റ് എന്നുള്ളത് ഇക്വാലന്റ് മാസ് അല്ലെങ്കിൽ ഇക്വാലന്റ് വെയിറ്റ് എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിച്ചത്. അതെന്താണെന്ന് വെച്ചാൽ അതിന്റെ ആറ്റോമിക് മാസിനെ അത് റെഡ്യൂസ് ചെയ്യാൻ എത്ര ഇലക്ട്രോൺസ് വേണമോ അതുകൊണ്ട് ഡിവൈഡ് ചെയ്യാം. സോഡിയം ആണെച്ചാൽ സോഡിയത്തിന്റെ എത്രയാണോ ആറ്റോമിക് മാസ് ദാറ്റ് ഡിവൈഡഡ് ബൈ 1, കാരണം ഒരു ഇലക്ട്രോൺ അല്ലേ വേണ്ടത്. കോപ്പർ ആണെച്ചാൽ ബൈ 2, കാരണം 2 ഇലക്ട്രോൺ അല്ലേ വേണ്ടത്. ദാറ്റ് ഈസ് ഇലക്ട്രോൺസ് റിക്വയർഡ് ടു റെഡ്യൂസ് ദ കാറ്റയോൺ. ഇപ്പൊ Cu2+ എന്നാൽ ദാറ്റ് ഈസ് എ കാറ്റയോൺ വേർ ദ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് റിക്വയർഡ് ഈസ് 2. Ag ആണെച്ചാൽ Ag+ അല്ലേ, അപ്പോൾ atomic mass of Ag divided by 1. So sometimes it may be the atomic mass, in some other cases it may be divided by some factor. അതാണ് കെമിക്കൽ ഇക്വാലന്റ് വെയിറ്റ്സ് എന്ന് പറഞ്ഞത്. ഇക്വാലന്റ് വെയിറ്റ് എന്നുള്ളതാണ് ഉദ്ദേശിച്ചത്. ഇക്വാലന്റ് വെയിറ്റ് എന്ന് പറഞ്ഞാൽ മതി, അല്ലെങ്കിൽ ഇക്വാലന്റ് മാസ് എന്ന് പറഞ്ഞാൽ മതി. സംഭവം ഇത്രയേ ഉള്ളൂ. അദ്ദേഹം പറഞ്ഞത് ഫസ്റ്റ് ലോയിൽ ഒരു സൊല്യൂഷനിലൂടെ വൈദ്യുതി കടത്തി വിടുമ്പോൾ എത്ര റിയാക്ഷൻ നടത്താം, എത്ര എമൗണ്ട് ഡിപ്പോസിറ്റ് ചെയ്യാം. രണ്ടാമത്തെ ലോ പറഞ്ഞത് 2, 3, 4 സെല്ലുകളിലൂടെയാണ് നിങ്ങൾ വൈദ്യുതി കടത്തി വിടുന്നതെങ്കിൽ ഈ വൈദ്യുതിയുടെ അളവെല്ലാം ഒരേ അളവാണ് എങ്കിൽ, ഒരേ അളവ് വൈദ്യുതി കടത്തിവിട്ടാൽ ഉണ്ടാകുന്ന പദാർത്ഥങ്ങളുടെ അളവ് അത് എന്തിന് പ്രൊപ്പോർഷണലാണ്? അത് ആ മെറ്റൽസ് ഉപയോഗിച്ച മെറ്റൽസിന്റെ ഇക്വാലന്റ് വെയിറ്റ്സിന് പ്രൊപ്പോർഷണലാണ്. നോക്കൂ എത്ര സിമ്പിൾ ആണ്. അത് ആ ഉപയോഗിച്ച മെറ്റൽസിന്റെ ഇക്വാലന്റ് വെയിറ്റ്സിന് പ്രൊപ്പോർഷണലാണ്. മറക്കരുത്. മനസ്സിലായല്ലോ? അപ്പൊ ഇത് രണ്ടും ശരിക്കും പറഞ്ഞാൽ വളരെ യൂസ്ഫുൾ ആണ്. കാരണം ഒന്ന്, എത്ര വൈദ്യുതി കടത്തിവിട്ടാൽ എത്ര കിട്ടും. 2, ഒരേ അളവ് വൈദ്യുതി വ്യത്യസ്ത സൊല്യൂഷൻസിലൂടെ കടത്തിവിട്ടാൽ എത്ര കിട്ടും. എല്ലാ സംശയങ്ങളുടെയും ഉത്തരമാണ് അദ്ദേഹം തന്നത്. ഇനി ഇതിലല്ലാതെ വേറെ നമുക്കൊന്നും പറയാനില്ലല്ലോ. അതാണ് ഫാരഡേസ് ഫസ്റ്റ് ലോയും സെക്കൻഡ് ലോയും. നിങ്ങൾക്കത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ദി എമൗണ്ട് ഓഫ് റിയാക്ഷൻ പ്രൊപ്പോർഷണൽ ടു ക്വാണ്ടിറ്റി ഓഫ് ഇലക്ട്രിസിറ്റി, ഫസ്റ്റ് ലോ. ഓക്കെ, ദി എമൗണ്ട് ഓഫ് റിയാക്ഷൻ by giving the same quantity of electricity is proportional to the electrochemical equivalence of metals. Right? അതായത് കോപ്പറിന് ആവശ്യമായ വൈദ്യുതി ആവില്ല, ശരിക്കും പറഞ്ഞാൽ അതേ എമൗണ്ട് കിട്ടാൻ സിൽവറിന് ആവശ്യമായി വരും. ഇനി ഒരേ എമൗണ്ട് വൈദ്യുതി കോപ്പറിനും സിൽവറിനും കൊടുത്താൽ തന്നെ വ്യത്യസ്ത എമൗണ്ടുകളായിരിക്കും കിട്ടുക. ഇതാണ് സെക്കൻഡ് ലോ നമുക്ക് പറഞ്ഞു തരുന്നത്. അപ്പൊ നമ്മൾ ഫസ്റ്റ് ലോയ്ക്ക് പോയി കഴിഞ്ഞാൽ നമ്മൾ അതിന്റെ ഓരോ ടേംസ് എടുത്തു. ഫസ്റ്റ് ലോ നമ്മൾ പറഞ്ഞത് ഓർമ്മ ഉണ്ടാവുമല്ലോ അല്ലേ? എന്താണ്? എമൗണ്ട് ഈസ് പ്രൊപ്പോർഷണൽ ടു ക്വാണ്ടിറ്റി ഓഫ് ഇലക്ട്രിസിറ്റി. റൈറ്റ്? അപ്പൊ ഈ എമൗണ്ട് ഒക്കെ അന്നത്തെ കാലത്ത് വലിയ, ക്വാണ്ടിറ്റി ഓഫ് ഇലക്ട്രിസിറ്റി ഒക്കെ അന്നത്തെ കാലത്ത് വലിയ പ്രശ്നങ്ങളായിരുന്നു. എന്താ കാര്യം? ദർ വാസ് നോ കോൺസ്റ്റന്റ് കറന്റ് സോഴ്സസ് അവൈലബിൾ ഡ്യൂറിങ് ഫാരഡേസ് ടൈംസ്. മനസ്സിലായില്ലേ? വളരെ ബുദ്ധിമുട്ടിയിട്ടാണ് അദ്ദേഹം ഇതൊക്കെ ചെയ്തിട്ടുണ്ടാവുക എന്നുള്ളത് അപ്പൊ നമുക്ക് മനസ്സിലാവും. കൃത്യമായിട്ടൊരു വൈദ്യുതി സോഴ്സ് പോലും ഒന്നും ഉണ്ടായിരുന്നില്ല. ഓക്കെ, അപ്പൊ അദ്ദേഹത്തിന്റെ ചില മെത്തേഡുകൾ ഉപയോഗിച്ചിട്ടാണ് ഇത് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിൽ ക്യൂ നമ്മളൊരു എമൗണ്ട് പറയുകയാണ്. ക്യൂ എന്ന് പറയുന്നത് നമ്മളിവിടെ എന്താണ്? ക്വാണ്ടിറ്റി ഓഫ് ഇലക്ട്രിസിറ്റി ആയിട്ട് പറയാം. ക്വാണ്ടിറ്റി ഓഫ് ഇലക്ട്രിസിറ്റി, എത്ര എമൗണ്ട് വൈദ്യുതി കൊടുത്തു എന്ന് പറയണമല്ലോ. അപ്പൊ എത്ര എമൗണ്ട് കൊടുത്തു എന്ന് അറിയാൻ വേണ്ടി ആദ്യം വൈദ്യുതിയെ കുറിച്ചാണ് പറയുന്നത്, ഇലക്ട്രിസിറ്റിയെ കുറിച്ചാണ് പറയുന്നത്. ക്യൂ ഈസ് ദ എമൗണ്ട് ഓഫ് ഇലക്ട്രിസിറ്റി, ക്വാണ്ടിറ്റി ഓഫ് ഇലക്ട്രിസിറ്റി. ഇറ്റ് ഈസ് ദ ക്വാണ്ടിറ്റി ഓഫ് ഇലക്ട്രിസിറ്റി, ക്യൂ. ദാറ്റ് ഈസ് ഇൻ കൂളൂംസ്. കൂളൂംസിലാണത് മെഷർ ചെയ്യുക. ദാറ്റ് ഈസ് ഇൻ കൂളൂംസ്. ഓക്കെ, അപ്പോൾ ക്യൂ എത്ര ഉണ്ട്? I × T ആണ്. I എന്ന് പറഞ്ഞാൽ കറന്റ്, T എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടൈം. Q = I × T. അപ്പൊ കറന്റ് I ആംപിയറിലാണ് മെഷർ ചെയ്യുക, T ടൈം സെക്കൻഡിലാണ് മെഷർ ചെയ്യുക. അപ്പൊ Q = I × T. അപ്പൊ എത്ര സമയം എത്ര ആംപിയർ കറന്റ് കടന്നുപോയോ അത്രയും ആയിരിക്കും അതിന്റെ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത്, ഇലക്ട്രിസിറ്റിയുടെ ക്വാണ്ടിറ്റി. Q = I × T. ഓക്കെ, നമ്മളൊരു സിൽവർ എടുക്കുകയാണെങ്കിൽ the amount of electricity required for the reduction, നമ്മളിവിടെ റിഡക്ഷൻ ആണ് റിയാക്ഷനിൽ കൊടുത്തുള്ളത്. ദാറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ ഇലക്ട്രോൺ റിയാക്ഷൻ. ആ ഇലക്ട്രോൺ റിയാക്ഷനുമായിട്ടായിരിക്കുമല്ലോ അത് ബന്ധപ്പെട്ടിരിക്കുക. അപ്പോൾ ആ റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ Ag+ ഇലക്ട്രോൺ ഗീവ്സ് Ag. റിഡക്ഷൻ ഓഫ് സിൽവർ ആണ് ഉദ്ദേശിച്ചത്, കാഥോഡ്.
റിഡക്ഷൻ. ഇപ്പോൾ സിൽവർ നൈട്രേറ്റ് സൊല്യൂഷൻ അപ്പോൾ Ag+ ആണ്, അത് നമ്മൾ കാഥോഡിൽ Ag ആയിട്ട് മാറുന്ന പ്രോസസ്സ്, റിഡക്ഷൻ പ്രോസസ്സ്. ഇവിടെ നിങ്ങൾക്ക് എന്താ മനസ്സിലായത്? ഇവിടെ ഒരു സിൽവർ അയോണിന് ഒരു ഇലക്ട്രോൺ, ഒരു സിൽവർ അയോണിന് ഒരു ഇലക്ട്രോൺ അല്ലേ? 1 മോൾ സിൽവർ അയോണിന് 1 മോൾ ഇലക്ട്രോൺ. 1 മോൾ സിൽവർ അയോൺ 1 മോൾ ഇലക്ട്രോൺ. മനസ്സിലായല്ലോ? അപ്പൊ 1 മോൾ ഇലക്ട്രോൺസിന്റെ ചാർജ് എത്ര ഉണ്ട് നോക്കിയാൽ സിമ്പിൾ ആയി. സോ ദ ചാർജ് ഓൺ 1 മോൾ ഓഫ് ഇലക്ട്രോൺ എന്താ? ചാർജ് ഓൺ 1 മോൾ ഓഫ് ഇലക്ട്രോൺ, ഒരു ഇലക്ട്രോണിന്റെ ചാർജ് എത്രയാ? 1.6021 into 10 - -19 കൂളും. 1.6021 into 10 - -19 കൂളും. അത് 1 മോൾ ആണെങ്കിലോ അപ്പൊ മോൾ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണ്ടേ? നമ്മൾ ഒന്നിന്റെ ആണ് പറഞ്ഞത് 1.602 into 10 - -19 കൂളും. അപ്പോൾ അത് 1 മോളിന്റെ ആണെങ്കിൽ മോൾ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. 6.02 into 1023 മോൾ പെർ മോൾ. ഒരു മോളിന് ഇത്ര എണ്ണാണുള്ളത്. ദിസ് ഇസ് എ വെരി ബിഗ് ക്വാണ്ടിറ്റി. നിങ്ങളെ എക്സാം പേപ്പർ ഒക്കെ എടുത്ത് നോക്കുമ്പോൾ ഇത് 10 - -23 എന്നൊക്കെ എഴുതിയത് ഇഷ്ടം പോരുണ്ട്. അപ്പോൾ കൺഫ്യൂസ്ഡ് ആണ്. ദിസ് ഈസ് നോട്ട് എ സ്മോൾ ക്വാണ്ടിറ്റി, ഇറ്റ് ഈസ് എ വെരി ബിഗ് ക്വാണ്ടിറ്റി. വലിയ അളവാണ് കേട്ടോ, ചെറിയ അളവല്ല. -23 എന്ന് എഴുതിയാലും 23 എന്ന് എഴുതിയാലും അജഗജം അന്തരം ഉണ്ടെന്ന് പറയാം. അപ്പുറമാണത്. ഹ്യൂജ് ഡിഫറൻസ് ഇസ് ദർ, വെരി ഹ്യൂജ്. അപ്പോൾ വാല്യൂ നമ്മൾ എപ്പോഴും മനസ്സിലും വേണം കേട്ടോ. വാല്യൂവിന്റെ ആ ഒരു ഭീകരത നമ്മുടെ മനസ്സിൽ വേണം, വലിപ്പം. സോ മോൾ ഈസ് എ വെരി ബിഗ് ക്വാണ്ടിറ്റി. ഇവിടെ ചാർജോ ഇറ്റ് ഇസ് എ വെരി സ്മോൾ ക്വാണ്ടിറ്റി, -19 ആണ്. അപ്പോൾ ഓർക്കുക. ഓക്കെ, എനിഹൗ 1 മോൾ ചാർജ് എന്ന് പറയുന്നത് ഇവിടെ 6.023 × 1023 into 1.601 × 10 കൂളും. ഇത് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത് 96,487 കൂളും എന്നാണ്. 96,487 കൂളും പെർ മോൾ. ഒരു മോളിന് ഇത്രയും ചാർജ് ഉണ്ട് എന്നുള്ളതാണ്. 96,487 കൂളൂംസ് പെർ മോൾ. ഇതിനെ നമ്മൾ ഫാരഡേ എന്നാണ് വിളിക്കുക. ദിസ് ക്വാണ്ടിറ്റി ഈസ് കോൾഡ് ഫാരഡേ. 1 ഫാരഡേ. F എന്ന് ക്യാപിറ്റൽ Fൽ നമ്മൾ റെപ്രസെന്റ് ചെയ്യും. ഇതിനെ ഒരു ഫാരഡേ എന്നാണ് പറയുക. ദിസ് ഈസ് 1 ഫാരഡേ. സോ 1 ഫാരഡേ ഈസ് 96,487. നിങ്ങൾക്ക് ഇതിനെ 96,500 എന്ന് എഴുതിയാൽ മതി. കാരണം അതൊരു 3 കൂളൂമിന്റെ വ്യത്യാസമേ ഉള്ളൂ. ജസ്റ്റ് ഡിഫറൻസ് ഓഫ് 3 കൂളൂംസ്. അത് മൈൻഡ് ചെയ്യണ്ട. യു സ്റ്റഡി 96,500 കൂളൂം. That is better to say. So 90,500 coulomb is 1 Faraday. അപ്പോൾ നിങ്ങൾക്ക് ഇത്രയും വലിയ ക്വാണ്ടിറ്റി 90,500 എന്ന് എഴുതുന്നതിന് പകരം നിങ്ങൾ 1 Faraday എന്ന് എഴുതിയാൽ, ബട്ട് യു നോ ഇറ്റ് ഈസ് 90,500 അല്ലേ? ഇപ്പോൾ 1 മോൾ ആക്ച്വലി അത് 6.02 × 1023 ആണല്ലോ. എന്നാലും നമ്മൾ 1 മോൾ എന്നല്ലേ പറയാം. ലൈക്ക് ദാറ്റ്. ദിസ് ഈസ് 1 Faraday. സോ സിൽവറിന്റെ കേസിൽ എന്താ സംഭവിച്ചത്? സിൽവറിന്റെ കേസിൽ ഇത് റെഡ്യൂസ് ചെയ്യാൻ ആവശ്യമായ ക്വാണ്ടിറ്റി ഓഫ് ഇലക്ട്രിസിറ്റി എന്ന് പറയുന്നത് ഇപ്പം എത്രയാ? ക്വാണ്ടിറ്റി ഓഫ് ഇലക്ട്രിസിറ്റി അല്ലെങ്കിൽ ചാർജ് എന്ന് പറയുന്നത് ഇത്രയാണ്. എത്രയാണ്? 96,500 കൂളൂംസ് ആണ്. മനസ്സിലായോ? അപ്പൊ അത്രയും കൂളും ഇലക്ട്രിസിറ്റി കൊടുക്കുമ്പോഴാണ് ഇത് റെഡ്യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇത്രയും മാസ് റെഡ്യൂസ് ചെയ്യുന്നത്. ഇതിന്റെ അറ്റോമിക് മാസ് എത്രയോ അത്രയും മാസ് അവിടെ റെഡ്യൂസ് ചെയ്ത് കിട്ടണമെങ്കിൽ നമുക്ക് ഇത്രയും ചാർജ് കൊടുക്കണം. അതാണ് പറഞ്ഞതിന്റെ മീനിങ് എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? അപ്പൊ നമ്മൾ ഒന്നും കൂടി അതൊന്ന് വിശദീകരിക്കാൻ നമുക്കൊരു പ്രോബ്ലം. അപ്പൊ ഇത് കോപ്പറിന്റെ ആണെങ്കിലോ Cu2+ plus 2 electron gives Cu. അപ്പൊ എത്രയാ? അവിടെ 2 ഇലക്ട്രോൺസ്, അതായത് 2 മോൾ ഇലക്ട്രോൺസ് ഉണ്ട്. അപ്പൊ എത്ര ഫാരഡേ ആയി? 2 ഫാരഡേ ആയി. അതായത് 96,500 × 2. അലൂമിനിയം ആയിരുന്നെങ്കിലോ Al3+ ആണ്. Al3+ plus 3 electron gives Al. That require 3 mole of electrons. 3 mole of electrons. മനസ്സിലായില്ലേ? So the charge passed through the cell, electrolytic cell, during this reaction is equal to the product of current and time. മനസ്സിലായല്ലോ? കറണ്ടും ടൈമും മൾട്ടിപ്ലൈ ചെയ്താൽ കറണ്ട് ആൻഡ് ടൈം. ഓക്കെ. അപ്പൊ ഇതിലുള്ള ഒരു പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, സാധാരണ നമ്മളൊരു കൊമേഴ്സ്യൽ പ്രൊഡക്ഷനിൽ, സാധാരണ ഇൻഡസ്ട്രിയലിലൊക്കെ ഒരു പ്രൊഡക്ഷൻ, ഇങ്ങനത്തെ മെറ്റീരിയൽ പ്രൊഡക്ഷൻ നടക്കുകയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വലിയ ആംബിയർ കറണ്ട് കൊടുക്കേണ്ടി വരും. ഇപ്പോൾ 50,000 amperes are used. That amounts about 0.5 Faraday per second. 50,000 ആംബിയർ കറണ്ട് ഒക്കെ കൊടുക്കേണ്ടി വരും. മനസ്സിലായില്ലേ? ഏതാണ്ട് 0.5 ഫാരഡേ ഒരു സെക്കൻഡിൽ കിട്ടാനൊക്കെ. അതിന്റെ പ്രത്യേകത. അപ്പൊ നമ്മൾ കോപ്പർ സൾഫേറ്റിന്റെ കേസ് എടുക്കുകയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പ്രോബ്ലം ടെക്സ്റ്റിൽ ഉള്ളതൊന്ന് പറയാം. കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ ഇലക്ട്രലൈസ്ഡ് ഫോർ 10 minutes. 10 മിനിറ്റ് ഇലക്ട്രലൈസ് ചെയ്യാനായിരിക്കും. 1.5 ആംബിയർ കറണ്ട് യൂസ് ചെയ്തിട്ട്. ഓക്കെ, യു ജസ്റ്റ് നോട്ട് ഡൗൺ ദാറ്റ്.
there is a solution of copper sulfate, and we are passing a current of 1.5 ampere for 10 minutes. Okay, how much amount of copper deposited at cathode? This is the question. 10 minutes, 1.5 ampere. We minute second. We have to convert that. 1 minute, 60 seconds. So 10 minutes, 600 seconds. 600 seconds. I is 1.5. So what is Q? Q is 1.5 into 600. 1.5 into 600. That is 900 coulomb. 900 coulomb. Right? Our equation is reduction of copper. Cu2 plus 2 electron gives Cu. So that requires 2 mole electrons to reduce 1 mole copper 2 plus ions. That's the equation. You just write down that equation. Cu2 plus 2 electron gives Cu. So that means we required 2 Faradays of electricity in order to reduce 1 mole of copper. 2 Faradays of electricity. That's the equation. 2 Faradays 2 into 96,500 coulombs. Just to deposit it 1 mole of copper. 1 mole copper deposit and 2 Faraday electrons, 2 Faradays electricity. That's 3 coulombs. 1 mole copper is 63 gram copper. So 63 gram deposit 2 Faraday. 2 Faraday 2 into 96,500 coulomb. But we have 900. That's the problem. That's the 900 coulombs. 2 into 96,500 is 63. It's simple. 63 into 900 divided by 2 into 96,500. Okay. This is the unit factor method. Unit factor like so it can give only 0.2 gram. It can give only 0.2 gram. 2 into 96,500. 96,500 double times. Or 1 lakh 8,000, 1 lakh 80,000 after 63 gram. We divide. So 63 by calculate equate 63 by 1 lakh 80,000 something. 2 into 90,500 into 900. Okay, and that is 0.29 something. 0.3 around 0.3 gram. About the problem, you can expect a problem if such type of questions asked in the question paper. Okay, then what are the products of electrolysis and what we can expect from this chemical reactions in electrolytic cells? Products of electrolysis. And the type of product actually the product that depends on many factors. Just the factors in a depending. Material use copper copper sulfate solution electrolysis silver nitrate solution electrolysis solution electrolysis. That depends on the material being electrolyzed. And the other one is the material used as electrodes. Type of electrodes. So type of electrolyte, type of electrodes. There are file കൊടുത്തിട്ടുള്ളൂ. ഇനിയുള്ളത് electricity ആണ്. അത് നമ്മൾ പറഞ്ഞല്ലോ. Amount of electricity, quantity of electricity. അതാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞത്. ഇപ്പോൾ നമ്മൾ ഫസ്റ്റ് ലോയാ പറഞ്ഞു കഴിഞ്ഞത്. ഇനി നമ്മൾ സെക്കൻഡ് ലോയ്ക്കാ പോകുന്നത്. സെക്കൻഡ് ലോ വിശദീകരിക്കുകയല്ല. മറിച്ച് സെക്കൻഡ് ലോ പറയുന്നത് എന്തായിരുന്നു? സെക്കൻഡ് ലോ പറയുന്നത് ഒരേ ക്വാണ്ടിറ്റി ഇലക്ട്രിസിറ്റി പാസ് ചെയ്താൽ അപ്പോൾ ഇലക്ട്രിസിറ്റിയുടെ അളവ് നമ്മൾ ഫസ്റ്റ് ലോയിൽ പറഞ്ഞു കഴിഞ്ഞു. ഇനി അതിനെക്കുറിച്ച് പറയാം. ഇനി പറയുന്നത് അതിന്റെ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ നമ്മൾ ഇക്വാലന്റ് വെയിറ്റ്സ് നമ്മൾ പറഞ്ഞില്ലേ, കെമിക്കൽ ഇക്വാലൻസ്. അതിന് കാരണം എന്താ? അതിന് കാരണം അതിന്റെ ഇലക്ട്രോലൈറ്റ് ആണ്, അല്ലെങ്കിൽ ഏത് തരം ഇലക്ട്രോഡാണ് യൂസ് ചെയ്യുന്നതെന്നൊക്കെയാണ്. മനസ്സിലായോ? അപ്പൊ നമ്മൾ ഇനി പറയാൻ പോകുന്നത് ദ പ്രോഡക്ട്സ് ഓഫ് ഇലക്ട്രോളിസിസ്. That depends on the material and the material being electrolyzed and the electrode used. Electrodes വ്യത്യസ്ത ഇലക്ട്രോഡ്സ് യൂസ് ചെയ്യാം. അപ്പൊ കോപ്പറിന്റെ ഇലക്ട്രോളിസിസ് ഇപ്പൊ നമ്മൾ പറഞ്ഞപ്പോൾ അതിൽ കോപ്പർ അല്ല യൂസ് ചെയ്യുന്നത്, ഇംപ്യൂർ കോപ്പറും പ്യൂർ കോപ്പറും അങ്ങനെയൊക്കെയല്ലേ പറഞ്ഞത്. നമുക്ക് പല രൂപത്തിൽ യൂസ് ചെയ്യാം. ഏതുതരം അങ്ങനെ ചിലപ്പോൾ ഇനേർട്ട് ആയിട്ടില്ല, ഇതൊന്നുമായിട്ട് ബന്ധപ്പെടാത്ത കുറെ ഇലക്ട്രോഡുകൾ യൂസ് ചെയ്യാം. വി ക്യാൻ യൂസ് പ്ലാറ്റിനം
quite inert or gold like that. That does not participate in this chemical reaction. Other chemical reaction, but it can use as a source of electrons. Electrons in the source, I mean, used to pass electrons into the solution and out of the solution. അതായത് അതൊരു മീഡിയ ആയിട്ട് നമുക്ക് ഐ മീൻ ഇലക്ട്രിസിറ്റി കടത്തി വിടാനുള്ള ഒരു മീഡിയമായിട്ട് അല്ലെങ്കിൽ ഒരു സാധനമായിട്ട് മാത്രം നമുക്ക് യൂസ് ചെയ്യാം. ഇറ്റ് ഈസ് ക്വൈറ്റ് ഇനാക്റ്റീവ് ഇൻ ദാറ്റ് വൺ ഇൻ ദ കെമിക്കൽ റിയാക്ഷൻ. മനസ്സിലായില്ലേ? അങ്ങനെ ദാറ്റ് ഡസ് നോട്ട് പാർട്ടിസിപ്പേറ്റ് ഇൻ ദ കെമിക്കൽ റിയാക്ഷൻ. ഇലക്ട്രോഡ് റിയാക്റ്റീവ് ആവുന്ന കേസ് അപ്പോൾ നേരത്തെ നമ്മൾ കോപ്പറിന്റെ കേസിൽ പറഞ്ഞത്, ആനോഡിന്ന് പിന്നെ അത് ഓക്സിഡേഷൻ നടക്കുന്നു, കാഥോഡിൽ അത് റിഡക്ഷൻ നടക്കുന്നു എന്നൊക്കെ പറഞ്ഞു. ഇറ്റ് പാർട്ടിസിപ്പേറ്റ് ഇൻ ദ ഇലക്ട്രോഡ് റിയാക്ഷൻ. അപ്പൊ രണ്ട് ടൈപ്പിലും വരാന്നർത്ഥം. അതായത് റിയാക്ഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ഇലക്ട്രോഡും ആവാം, റിയാക്ഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാത്ത ഇലക്ട്രോഡും ആവാം. മനസ്സിലായില്ലേ? പ്രൊഡക്ട്സ് ഓഫ് ഇലക്ട്രോളിസിസ് മേ ബി ഡിഫറെന്റ് ഫോർ റിയാക്റ്റീവ് ആൻഡ് ഇനേർട്ട് ഇലക്ട്രോഡ്സ്. ഇത് രണ്ടും ഡിഫറെന്റ് ആവാം കേട്ടോ. അതിന്റെ പ്രൊഡക്റ്റ് തന്നെ ഡിഫറെന്റ് ആവാം, അത് ഏത് ഉപയോഗിക്കുന്നു എന്നുള്ളതിനെ ആശ്രയിച്ച്. ഓക്കെ, the products of electrolysis depend on the different oxidizing and reducing species present in the cell and moreover their electrode potentials. പ്രോഡക്റ്റ് പല കാര്യങ്ങളെ, അപ്പൊ ഒന്ന് ഞാൻ പറഞ്ഞു ഇലക്ട്രോഡിനെ ബേസ് ചെയ്തിട്ട് അത് റിയാക്റ്റീവ് അല്ലെങ്കിൽ അൺറിയാക്റ്റീവ് അങ്ങനെയുള്ളത് ഇലക്ട്രോഡ്സ്, പ്ലാറ്റിനം ഗോൾഡ് ഒക്കെ നോൺ റിയാക്റ്റീവ് ആയിട്ട് വരുന്നത്. പിന്നെ ഡിപ്പെൻഡ് ചെയ്യുന്നത് എന്താണ്, അതിന്റെ സ്പീഷീസ്, ഏത് സ്പീഷീസ് ആണ് ഓക്സിഡൈസിങ് റെഡ്യൂസിങ് എടുത്തത് എന്നുള്ളതിനെ ആ സെല്ലിൽ. അതേപോലെ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ, അവയുടെ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ എത്ര പൊട്ടൻഷ്യൽ കൊടുത്താലായത്, നമ്മൾ റിഡക്ഷൻ പൊട്ടൻഷ്യലിനെ കുറിച്ച് പറഞ്ഞല്ലോ. അപ്പൊ എത്ര പൊട്ടൻഷ്യൽ കൊടുത്താലാണ് ഈ പ്രോസസ്സ് നടക്കുക എന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കണം. There are different factors that depend upon the nature of material being electrolyzed. അതാണ് നമ്മൾ ആദ്യത്തെ പാർട്ടാണ് ഇപ്പൊ ഇനി പറയാൻ പോകുന്നത്. രണ്ടാമത്തെ പാർട്ട് നമ്മൾ പറഞ്ഞു. മനസ്സിലായില്ലേ? ഇനി ഇങ്ങനെയൊക്കെ ആണെങ്കിലും ചില പ്രോസസ്സ് നടക്കും, പക്ഷേ വളരെ സ്ലോ ആയിരിക്കും. നമ്മൾ നോക്കുമ്പോൾ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ ഒക്കെ നമുക്ക് കൊടുക്കാം, കുഴപ്പമില്ല, റിഡക്ഷൻ നടക്കാം, ഒക്കെ പ്രശ്നമില്ല, അതൊക്കെ ശരിയാ. അന്ന് സെല്ല് കൺസ്ട്രക്ട് ചെയ്യുന്ന കേസ് ഞാൻ പറഞ്ഞപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, വിത്ത് ദ ഹെൽപ്പ് ഓഫ് ദാറ്റ് ഇലക്ട്രോ കെമിക്കൽ സീരീസ് വി ക്യാൻ കൺസ്ട്രക്ട് അവർ ഓൺ സെൽ എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇറ്റ് ഈസ് ഫീസിബിൾ അക്കോർഡിംഗ് ടു ദ തിയറി, ബട്ട് ദേ ആർ വെരി സ്ലോ, കൈനറ്റിക്കലി ദേ ആർ വെരി സ്ലോ അറ്റ് ലോവർ വോൾട്ടേജസ്. മനസ്സിലായില്ലേ? അപ്പോൾ വളരെ സ്ലോ മീൻസ് അത് ചിലപ്പോൾ പ്രാക്ടിക്കലി അത് നടന്നില്ല എന്നുള്ള രൂപത്തിലായിരിക്കും, വളരെ കുറഞ്ഞ വോൾട്ടേജിൽ. ഈവൻ ദോ നമുക്കത് ആവശ്യമായിട്ടുള്ള വോൾട്ടേജ് കൊടുത്താലും അത് വേണ്ടത്ര നടന്നു എന്ന് വരില്ല. അപ്പോൾ നമ്മൾ കുറെ എക്സ്ട്രാ പൊട്ടൻഷ്യൽ കൊടുക്കേണ്ടി വരും. വി ഹാവ് ടു ഗിവ് എക്സ്ട്രാ പൊട്ടൻഷ്യൽ in order to take place that particular reaction. That is known as over potential. അതിനെ നമ്മൾ ഓവർ പൊട്ടൻഷ്യൽ എന്ന് പറയാം. എന്താ പറയുക? ഓവർ പൊട്ടൻഷ്യൽ. So in some cases we need to supply some extra potential in order to do that particular chemical reaction, in order to make it feasible practically. That is known as over potential. പേരിൽ തന്നെ ഉണ്ടല്ലോ, അതൊരു കുറച്ച് ഓവറാന്നൊക്കെ പറയില്ലേ, അതുപോലെ ഓവർ പൊട്ടൻഷ്യൽ. നമ്മൾ ഒരു റിയാക്ഷൻ നോക്കാം കേട്ടോ, ഒരു പ്രോസസ്സ് നോക്കാം. വെറുതെ എന്താ, സോഡിയം ക്ലോറൈഡിന്റെ ഇലക്ട്രോളിസിസ്, മോൾട്ടൺ സോഡിയം ക്ലോറൈഡ്. ഓക്കെ, ഇഫ് യു യൂസ് മോൾട്ടൺ സോഡിയം ക്ലോറൈഡ്, ഇവിടെ ഞാൻ ഈ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന മോൾട്ടൺ സോഡിയം ക്ലോറൈഡ് അല്ല, സോഡിയം ക്ലോറൈഡ് സൊല്യൂഷൻ ആണ്. രണ്ടും തമ്മിൽ എന്താ വ്യത്യാസം? മോൾട്ടൺ സോഡിയം ക്ലോറൈഡ് എന്ന് പറഞ്ഞാൽ ഉരുകിയ സോഡിയം ക്ലോറൈഡ് എന്നാണ്. സോഡിയം ക്ലോറൈഡ് സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ ലയിപ്പിച്ച സോഡിയം ക്ലോറൈഡ്. എന്താ വ്യത്യാസം? ലയിപ്പിക്കുക പറഞ്ഞാൽ വെള്ളത്തിൽ ലയിപ്പിക്കുക. ഉരുകിയത് എന്ന് പറഞ്ഞാലോ ഉരുക്കണം, മെൽറ്റ് ചെയ്യിക്കണം ആണ്. ഇരുമ്പ് ഉരുക്കുക പറഞ്ഞാൽ ഇരുമ്പ് വെള്ളത്തിൽ ലയിപ്പിക്കലല്ലോ, നന്നായിട്ട് ചൂടാക്കിയാൽ അത് ഉരുക്കി കിട്ടുന്ന അത്രയും ചൂടാക്കുക. അതുപോലെ സോഡിയം ക്ലോറൈഡ് നന്നായിട്ട് ചൂടാക്കുക. മോൾട്ടൺ ഉരുകിയത്, ലയിപ്പിച്ചതല്ല എന്ന് ഞാൻ വീണ്ടും വീണ്ടും ആവർത്തിക്കുകയാണ്. ഇവിടെ പ്രോഡക്ട്സ് എന്ന് പറയുന്നത് സോഡിയം മെറ്റലാണ്, പിന്നെ ക്ലോറിനുമാണ്. കാഥോഡിൽ സോഡിയം, ആനോഡിൽ ക്ലോറിൻ ഗ്യാസ്. അവിടെ വേറെ പ്രശ്നങ്ങളൊന്നും വരാനില്ല. മനസ്സിലായില്ലേ? സോഡിയം കാഥോഡിൽ Na+ ഒരു ഇലക്ട്രോണിനെ സ്വീകരിച്ച് Na ആയിട്ട് മാറും, സോഡിയം മെറ്റലായിട്ട് മാറും. ആനോഡിൽ Cl- ഒരു ഇലക്ട്രോണിനെ വിട്ടു കൊടുത്തിട്ട് Cl ആവും, രണ്ട് Cl ചേർന്നിട്ട് Cl2 ആവും. പക്ഷെ ഇതാവില്ല സോഡിയം ക്ലോറൈഡ് സൊല്യൂഷൻ എടുത്താൽ. കാരണം എന്താ? അതിൽ വാട്ടർ ഉണ്ട്, H2O ഉണ്ട്. മനസ്സിലായില്ലേ? അക്വസ് സോഡിയം ക്ലോറൈഡ് എന്നാണ് നമ്മളതിന് പറയാം. ഡ്യൂറിംഗ് ദ ഇലക്ട്രോളിസിസ് ഓഫ് അക്വസ് സോഡിയം ക്ലോറൈഡ് സൊല്യൂഷൻ. നേരത്തെ നമ്മൾ പറഞ്ഞു ഏത് മോൾട്ടൺ അല്ല കേട്ടോ. മോൾട്ടൺ ആണ് വെച്ചാൽ കാഥോഡിൽ സ്വാഭാവികമായിട്ടും റിഡക്ഷനെ നടക്കൂ, ആനോഡിൽ ഓക്സിഡേഷനെ നടക്കൂ. അപ്പോൾ കാഥോഡിൽ മെറ്റൽ ആയിരിക്കും ഉണ്ടാവുക, ആനോഡിൽ നോൺ മെറ്റൽ. എന്നാൽ ഇതിൽ അങ്ങനെയല്ല. ഡ്യൂറിംഗ് ഇലക്ട്രോളിസിസ് ഓഫ് അക്വസ് സോഡിയം ക്ലോറൈഡ് സൊല്യൂഷൻ പ്രോഡക്ട്സ് ആർ ഡിഫറെന്റ്. ഇവിടെ പ്രോഡക്റ്റുകൾ എന്ന് പറയുന്നത് കാഥോഡിൽ ഹൈഡ്രജൻ, ആനോഡിൽ ക്ലോറിൻ, പിന്നെയോ ഇലക്ട്രോലൈറ്റിൽ സോഡിയം ഹൈഡ്രോക്സൈഡ്. ചെറിയ ക്ലാസ്സിലൊക്കെ നമ്മൾ ഇത് പഠിച്ചിട്ടുണ്ട്, കഴിഞ്ഞല്ലോ നമ്മൾ പഠിച്ചിട്ടുണ്ട് സോഡിയം ക്ലോറൈഡിന്റെ ഇലക്ട്രോളിസിസ്.
ഓക്കെ, സോഡിയം ഹൈഡ്രോക്സൈഡ് ഉണ്ടാവുന്ന പ്രോസസ്സ് നമ്മളവിടെ പഠിച്ചിട്ട്. റൈറ്റ്. അപ്പോൾ ഈ പ്രോസസ്സിൽ in this case besides sodium ions and chloride ions we have അവിടെയാണ് പ്രധാനം. ഇതിൽ സോഡിയം അയോൺസും ക്ലോറൈഡ് അയോൺസും മാത്രമല്ല, we have hydrogen ions and hydroxyl ions. ഹൈഡ്രജൻ അയോൺസും ഉണ്ട്, ഹൈഡ്രോക്സിൽ അയോൺസും ഉണ്ട്. കാരണം സോൾവെന്റ് H2 ആണ്, അത് ഹൈഡ്രജൻ അയോണും ഹൈഡ്രോക്സിൽ അയോണും തരുമല്ലോ. മനസ്സിലായില്ലേ? നമ്മൾ നേരത്തെ കഴിഞ്ഞ നമ്മൾ അയണി പ്രൊഡക്റ്റ് ഓഫ് വാട്ടർ ഒക്കെ പഠിച്ചപ്പോൾ പറഞ്ഞതാ 10⁻⁷ മോളാർ കോൺസെൻട്രേഷൻ ഹൈഡ്രജൻ അയോൺസ് അതിലുണ്ടാവും. അതേപോലെ 10⁻⁷ മോളാർ കോൺസെൻട്രേഷൻ ഹൈഡ്രോക്സിൽ അയോൺസ് ഉണ്ടാവും. ഈ സാധനങ്ങൾ അതിലുണ്ട്, അതുണ്ടെങ്കിൽ ആ റിയാക്ഷൻ നടക്കുമല്ലോ. കാഥോഡിൽ എന്താ നടക്കുക? കാഥോഡിൽ നടക്കുക റിഡക്ഷൻ ആണ്. ആ റിഡക്ഷൻ ആണ് നമ്മളിവിടെ കാണിച്ചിരിക്കുന്നത്. സോഡിയം അയോൺ റെഡ്യൂസ് ചെയ്താൽ സോഡിയം മെറ്റൽ ആവും. അതിന്റെ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ നേരത്തെ പറഞ്ഞില്ലേ, ദാറ്റ് ഡിപെൻഡ്സ് ഓൺ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ. അത് ഇമ്പോർട്ടന്റ് ആണ്. അതിന്റെ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ -2.71 വോൾട്ട്. മൈനസ്, കാരണം അത് ഓക്സിഡൈസ് ചെയ്യാൻ എപ്പോഴും ശ്രമിക്കുക. നമ്മൾ ഇതിനെ ബലം പ്രയോഗിച്ചിട്ടാണ് റിഡ്യൂസ് ചെയ്യുന്നത്. വേറെ എന്തുണ്ടായിരുന്ന അയോൺ ആണ് H+ അയോൺ, അതിലുണ്ടല്ലോ. അതിന് റിഡക്ഷൻ നടക്കാമല്ലോ. H+, അതൊരു പോസിറ്റീവ് ചാർജ് അയോൺ അല്ലേ. അങ്ങനെ ½ H2 മീൻസ് ഒരു ഹൈഡ്രജൻ ഉണ്ടാവും, ആ ഹൈഡ്രജൻ വേറെ ഹൈഡ്രജനായിട്ട് ചേർന്ന് H2 ആയിട്ട് പോകാനുള്ള സാധ്യത. അതാണ് ഹൈഡ്രജൻ ഗ്യാസ് ആയിട്ട് പോകാനുള്ള സാധ്യത. അതുകൊണ്ട് ½ H2 എഴുതി. അതിന്റെ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ എത്രയാ? അത് 0 ആണ്. അത് വെച്ചിട്ടല്ലേ നമ്മളിപ്പോ എടുത്തത് ഓർമ്മല്ലേ, സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡ് ഇല്ലേ? ഹൈഡ്രജന്റെ ഇലക്ട്രോകെമിക്കൽ സീരീസിലുള്ള വോൾട്ടേജ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ 0 ആയിട്ടാണ് നമ്മൾ എടുത്തത്. ആ സീരീസിൽ 0 വാല്യൂ ആണ് അതിന്റെ ഒരു പോയിന്റ് എന്ന് പറയുന്നത്. പിന്നെ അതിന്റെ മുകളിലേക്കൊക്കെ പോസിറ്റീവ്, താഴേക്കൊക്കെ നെഗറ്റീവ് എന്ന് പറഞ്ഞിട്ടുള്ള രൂപത്തിലാണല്ലോ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നത്. താഴേക്കുള്ളതൊക്കെ ഓക്സിഡേഷനും മുകളിലേക്കുള്ളതൊക്കെ റിഡക്ഷൻ ആയിട്ടാണ് വരിക. സീരീസ് മനസ്സിൽ വരണം, മനസ്സിലായോ? അപ്പോ ഈ രണ്ട് റിയാക്ഷൻ ഒരേ സമയം എങ്ങനെ നടക്കും? അത് നടക്കില്ല. അപ്പൊ കോമ്പറ്റീഷനായി. ഏതും നടക്കും. ദാറ്റ് ഈസ് എ കോമ്പറ്റീഷൻ. And in this competition, the reaction with the higher E0 value, electrode potential value preferred. Higher E0 value is preferred. What is that one? That is the reduction of hydrogen. അതാണ് പ്രിഫേർഡ് വാല്യൂ വരിക. കാരണം അതിനാണ് ഹയർ പൊട്ടൻഷ്യൽ, മറ്റേ ലോവർ പൊട്ടൻഷ്യലാ, മറ്റേ നെഗറ്റീവ് പൊട്ടൻഷ്യൽ അല്ലേ. അപ്പൊ ഇതാണ് നടക്കുക. ഇതിൽ എഴുതിയിരിക്കുന്ന രണ്ടാമത്തെ റിയാക്ഷൻ നടക്കുക. ഇതെങ്ങനെയാ കിട്ടിയിട്ടുള്ളത്? ഇത് കിട്ടിയിട്ടുള്ളത് വാട്ടറിന്റെ ഡിസോസിയേഷനാണ്. ഇത് കിട്ടിയിട്ടുള്ളത് വാട്ടറിന്റെ H+ അയോൺസ് വേണ്ടേ? H+ അയോൺസ് വാട്ടറിനെ ഡിസോസിയേറ്റ് ചെയ്തിട്ടല്ലേ കിട്ടുക. H2O gives H++ OH-. അപ്പോഴേ H+ ഉണ്ടായുള്ളൂ. ആ H+ ആണ് ഇവിടെ ഇങ്ങനെ റെഡ്യൂസ് ചെയ്യുന്നത്. അങ്ങനെ വരുമ്പോ ഇത് രണ്ടും കൂടി കൂട്ടിയ റിയാക്ഷൻ ആണ് നമുക്ക് ആവശ്യം. H2O ൽ നിന്ന് H+ തരണം, ആ H+ ഇലക്ട്രോണായിട്ട് ചേർന്ന് H2 ആവണം. അപ്പൊ എന്താ റിയാക്ഷൻ? H2O+, ഇത് രണ്ടും കൂട്ടുക. ഇതിലുള്ള H++ ഇലക്ട്രോൺ ഗീവ്സ് ½ H2, അതേപോലെ H2O gives H++ OH-. അപ്പൊ നെറ്റ് റിയാക്ഷൻ എന്ന് പറയുന്നത് എന്തായി? H2O+ ഇലക്ട്രോൺ gives ½ H2 OH-. മനസ്സിലായില്ലേ? ½ H2 OH-. ഇത് കാഥോഡിൽ നടക്കുന്നതാണ്. അപ്പൊ കാഥോഡിൽ ഈ H2 ഇവോൾവ് ചെയ്തു, OH- സൊല്യൂഷനിൽ നിൽക്കും അയോൺ ആയിട്ട്. അത് അക്വസ് മീഡിയത്തിൽ OH- അയോൺസ് സൊല്യൂഷനിൽ ഉണ്ടാവും. അത് മനസ്സിൽ വെക്കുക. അത് നമുക്ക് പിന്നെ ആവശ്യമുണ്ട്. ആനോഡിലോ ഇതേപോലെ ആനോഡിലും പ്രശ്നമുണ്ട്. കാരണം അവിടെ 2 അയോൺ ഉണ്ട്. ഏതാ 2 അയോൺ? ക്ലോറൈഡ് അയോണും ഉണ്ട്, ക്ലോറൈഡ് അയോൺ ഉണ്ട്. മനസ്സിലായില്ലേ? പിന്നെ ഈ OH- അയോൺസ് അവിടെ ഉണ്ട്, അവിടെ നിൽക്കട്ടെ. ഇനി ആനോഡിൽ നടക്കുന്ന എന്താ നോക്കിയാൽ, ആനോഡിൽ ക്ലോറൈഡ് അയോൺ ക്ലോറിൻ ആയിട്ട് മാറും. ഒരു ഇലക്ട്രോണിനെ വിട്ടുകൊടുത്തിട്ട് ഓക്സിഡേഷൻ നടത്തിട്ട്. അതിന്റെ പൊട്ടൻഷ്യൽ 1.36 വോൾട്ടാണ്. 1.36 വോൾട്ടാണ്. H2O H+ ആയിട്ട് മാറുന്ന ഒരു പ്രോസസ്. H2O gives O2+, 4H++, 4 ഇലക്ട്രോൺസ്. അങ്ങനെ ഒരു പ്രോസസ് ഇതും നടക്കും. ഇങ്ങനെ ഡികമ്പോസിഷൻ നടന്ന് അതിന്റെ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ 1.23 വോൾട്ടാണ്. 1.23 വോൾട്ട് ഓക്സിഡേഷൻ ആണ് കേട്ടോ. റിഡക്ഷൻ, അതുപോലെ റിഡക്ഷൻ പൊട്ടൻഷ്യൽ ഏതാ? ഇത് രണ്ടും റിഡക്ഷൻ പൊട്ടൻഷ്യൽസ് ആണ് കൊടുത്തുള്ളത്. പക്ഷെ നടക്കുന്നത് ആനോഡിലാണ്. ആനോഡിൽ ഓക്സിഡേഷൻ അല്ലേ നടക്കുന്നത്. അപ്പോൾ ഹയർ വാല്യൂ അല്ല, ലോവർ വാല്യൂ ആണ് ഉപയോഗിക്കേണ്ടത് ആനോഡിൽ. കാഥോഡിൽ റിഡക്ഷൻ നടക്കുന്നതുകൊണ്ടാണ് റിഡക്ഷന്റെ ഹയർ വാല്യൂ ഉപയോഗിച്ചത്. ഓർക്കുക, കാഥോഡിൽ നേരത്തെ നമ്മൾ പറഞ്ഞ എന്താണ്? റിയാക്ഷൻ വിത്ത് ഹയർ റിഡക്ഷൻ പൊട്ടൻഷ്യൽ ടേക്സ് പ്ലേസ് എന്നാണ് പറഞ്ഞത്. ഹയർ റിഡക്ഷൻ പൊട്ടൻഷ്യൽ ഈസ് പ്രിഫേർഡ്. ഇവിടെ ലോവർ റിഡക്ഷൻ പൊട്ടൻഷ്യൽ ആണ് പ്രിഫേർഡ്. കാരണം ഇവിടെ ഓക്സിഡേഷൻ ആണ് നടക്കേണ്ടത്, അതുകൊണ്ടാണ്. സോ റിയാക്ഷൻ അറ്റ് ആനോഡ് വിത്ത് ലോവർ E0 ഈസ് പ്രിഫേർഡ്. മാറരുത്. എന്തുകൊണ്ടാന്ന് വെച്ചാൽ ഇവിടെ ഓക്സിഡേഷൻ ആണ് നടക്കുന്നത്, അതുകൊണ്ടാണ്. അപ്പൊ ഇതിൽ ലോവർ വാല്യൂ വരുന്നത് വാട്ടറിന്റെ റിയാക്ഷനിലാണ്. വാട്ടർ ഡിസോസിയേറ്റ് ചെയ്ത് ഓക്സിജനും 4H+ ഉണ്ടാവുന്ന റിയാക്ഷൻ ആണ്. കാരണം അതിനാണ് ലോവർ വാല്യൂ വരുന്നത്, E0 വാല്യൂ വരുന്നത്. ഐഡിയ കിട്ടിയോ? പക്ഷെ ഇവിടത്തെ പ്രത്യേകത എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഡ്യൂ ടു ദ ഓവർ പൊട്ടൻഷ്യൽ ഓഫ് ഓക്സിജൻ, ഇവിടെ ഈ ലോവർ വാല്യൂല് ഈ പ്രോസസ് കൈനറ്റിക്കലി ഇറ്റ് ഈസ് വെരി സ്ലോ ഓർ പ്രാക്ടിക്കലി നോട്ട് പോസിബിൾ എന്നൊക്കെ പറയാം. അപ്പൊ നമ്മൾ ഓവർ പൊട്ടൻഷ്യൽ കൊടുക്കേണ്ടി വരും.
കൂടുതൽ പൊട്ടൻഷ്യൽ കൊടുത്താലേ ആ റിയാക്ഷൻ നടക്കൂ. പക്ഷേ കൂടുതൽ പൊട്ടൻഷ്യൽ കൊടുക്കുമ്പോഴേക്ക് അത് CL-ന്റെ റിയാക്ഷൻ വളരെ സിമ്പിൾ ആയിട്ട് നടക്കുകയും ചെയ്യും. കാരണം 1.36 1.23 കൊടുത്തിട്ട് നടക്കുന്നില്ല. അപ്പോൾ നമ്മൾ 1.5 കൊടുക്കുകയാണെന്ന് വെച്ചാൽ 1.5 കൊടുത്താൽ സിമ്പിൾ ആയിട്ട് നടക്കാവുന്നത് ക്ലോറിനാണല്ലോ. കാരണം അവിടെ 1.36 മതിയല്ലോ. ഇത് 1.36 ആവുമ്പോഴേ ക്ലോറിൻ എന്താവും? ഓക്സിഡൈസ് ചെയ്യും. സോ ഡ്യൂ ടു ദിസ് പ്രോബ്ലം, ഓവർ പൊട്ടൻഷ്യൽ ഓഫ് oxygen, the preferred reaction in this one is the oxidation of chlorine. The chlorine is preferred in this case. ഇവിടെ chlorine ആണ് preferred. നോക്കൂ, ഈ കോംപ്ലിക്കേഷൻ നമ്മളൊന്ന് ഓർത്തിരിക്കണം. അതിന് വേണ്ടിയിട്ട് അത് പറഞ്ഞത് which is preferred എന്നുള്ളത് കേട്ടോ. ഇവിടെ ഓവർ പൊട്ടൻഷ്യൽ ഓഫ് ഓക്സിജൻ, that is why oxidation of chlorine is preferred. അപ്പൊ ഇതിന്റെ നെറ്റ് റിയാക്ഷൻ എന്തായിരിക്കും? നെറ്റ് റിയാക്ഷൻ എന്ന് പറയുന്നത് സോഡിയം അയോണും ക്ലോറൈഡ് അയോണായിട്ട് മാറുന്ന അയണൈസേഷൻ അവിടെ ഉണ്ട്. കാഥോഡിൽ നമ്മൾ പിന്നെ നേരത്തെ പറഞ്ഞ പ്രോസസ്സ് പറഞ്ഞു. ഇത് H2O-യും ഇലക്ട്രോണും ചേർന്ന് H+ഉം OH മൈനസ്, അതായത് H-ഉം OH മൈനസ് ഉണ്ടാവുന്നത്. ആനോഡിൽ ഇപ്പൊ നമ്മൾ പറഞ്ഞ Cl മൈനസ് ഓക്സിഡൈസ് ചെയ്തിട്ട് Cl+ ഇലക്ട്രോൺ ഉണ്ടാവുന്നത്. അപ്പൊ നെറ്റ് ഇത് രണ്ടും കൂടി കൂട്ടിയാൽ കിട്ടുന്നതാണ്, മൂന്നും കൂടി കൂടിയാൽ കിട്ടുന്നതാണ്. ഏതാണ്? NaCl + H2O + Cl മൈനസ് gives, അങ്ങനെ ഉണ്ടല്ലോ ഇതില്, മനസ്സിലായില്ലേ? അപ്പൊ അതെല്ലാം കൂടി ചേർന്ന് നമുക്ക് എന്താ കിട്ടുന്നത്? നമുക്ക് കിട്ടുന്നത് Na+ + OH മൈനസ് പ്ലസ് ഹാഫ് H2 + ഹാഫ് Cl2. ഈ മൂന്നും കൂട്ടണം കേട്ടോ. ഈ മൂന്നും കൂട്ടിയിട്ട് ലെഫ്റ്റ് ഹാൻഡ് സൈഡും റൈറ്റ് ഹാൻഡ് സൈഡും തുല്യമായിട്ട് വരുന്നത് അങ്ങോട്ട് ഒഴിവാക്കി കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് ഇതാണ്. ഇത് NaCl + H2O gives Na+ + OH മൈനസ്, അതാണ് NaOH. അത് സൊല്യൂഷനിൽ ഇരിക്കുക, NaOH. നിങ്ങൾക്ക് NaOH ബ്രാക്കറ്റിൽ അക്വസ് എഴുതിയാൽ മതി. ഇവിടെ പ്ലസ് H2 അത് കാഥോഡിൽ, പ്ലസ് ഹാഫ് Cl2 അത് ആനോഡിൽ. ഇതാണ് റിയാക്ഷൻ, നെറ്റ് റിയാക്ഷൻ എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? അപ്പൊ ഇങ്ങനെയാണ് പ്രൊഡക്റ്റ് ഏതാന്ന് കണ്ടുപിടിക്കുക. അത് നമ്മൾ പറഞ്ഞു. ഇറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ ഇലക്ട്രോലൈറ്റ്, ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ എന്നൊക്കെ പറഞ്ഞതെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്തു. മോറോവർ ദ കോൺസെൻട്രേഷൻ ഈസ് ആൾസോ ഇമ്പോർട്ടന്റ് ഇൻ ദിസ് കേസ്. കോൺസെൻട്രേഷൻ ഇമ്പോർട്ടന്റ് ആണ്. ഉദാഹരണത്തിന് സൾഫ്യൂരിക് ആസിഡിൽ ദ ഫോളോയിങ് പ്രോസസ് ആർ പോസിബിൾ അറ്റ് ആനോഡ്. ആനോഡിൽ രണ്ട് പ്രോസസ്സ് നടക്കാം സൾഫ്യൂരിക് ആസിഡിന്റെ ഇലക്ട്രോളിസിസിൽ. ഡൈല്യൂട്ട് സൊല്യൂഷനിലും കോൺസെൻട്രേറ്റഡ് സൊല്യൂഷനിലും രണ്ട് തരം റിയാക്ഷനാണ് നടക്കുക. ഡൈല്യൂട്ട് സൊല്യൂഷനിൽ നടക്കുന്ന റിയാക്ഷൻ ഫോർ ഡൈല്യൂട്ട് സൾഫ്യൂരിക് ആസിഡ് H2O ഓക്സിജൻ ആയിട്ട് മാറുന്ന പ്രോസസ്സാണ് നടക്കുക ഡൈല്യൂട്ട് സൊല്യൂഷനിൽ. അവിടെ സൾഫ്യൂരിക് ആസിഡ് ഒന്നും നമുക്ക് കാണാൻ തന്നെ ഇല്ല. ഈ റിയാക്ഷൻ നമ്മൾ നേരത്തെ കണ്ടില്ലേ, ഇവിടുത്തെ ഓവർ പൊട്ടൻഷ്യൽ എന്നൊക്കെ പറഞ്ഞിട്ടാണല്ലോ നമ്മൾ പറഞ്ഞത്. അപ്പോൾ H2O gives O2 plus H plus ഇലക്ട്രോൺ. നിങ്ങൾ ബാലൻസ് ചെയ്താൽ മതി. 2H2O gives O2 plus 4H plus 4 ഇലക്ട്രോൺ. ഹയർ കോൺസെൻട്രേഷനിലാണെങ്കിൽ സൾഫേറ്റ് അയോൺ എന്താ കിട്ടുന്നത്? S2OA2 മൈനസ്, ഓക്കെ, പ്ലസ് 2 ഇലക്ട്രോൺസ്. അപ്പൊ ഡൈല്യൂട്ട് സൾഫ്യൂരിക് ആസിഡിൽ ആണെങ്കിൽ ഓക്സിജൻ ആണ് വരിക. അത് ഓർക്കണം. ഡൈല്യൂട്ട് സൾഫ്യൂരിക് ആസിഡിലാണെങ്കിൽ അവിടെ ഓക്സിജൻ ആണ് വരിക. ഹയർ കോൺസെൻട്രേഷനിലാണെങ്കിൽ ഈ രണ്ടാമത്തെ ഈ പറഞ്ഞ റിയാക്ഷൻ 1.96 വോൾട്ട് തരുന്ന റിയാക്ഷൻ ആണ്, ആ വോൾട്ടേജ് ആവശ്യമുള്ള റിയാക്ഷൻ ആണ്, സൾഫേറ്റിന്റെ റിയാക്ഷൻ ആണ് തരിക, ഓക്സിഡേഷൻ ആണ് തരിക. മനസ്സിലായില്ലേ? അപ്പോ the concentration is also important in the electrolysis. ഇലക്ട്രോളിസിസിൽ കോൺസെൻട്രേഷനും ഇമ്പോർട്ടന്റ് ആണ്. ഇതൊരു വെറൈറ്റി സംഭവം ആയതുകൊണ്ട് ഇത് നിങ്ങളൊന്ന് ഓർത്തിരിക്കുക കേട്ടോ. കാരണം ഇവിടെ കോൺസെൻട്രേഷന്റെ ഇഫക്റ്റ് ആണ് കാണിച്ചിരിക്കുന്നത്, അതുകൊണ്ട്. അപ്പൊ ഇങ്ങനെ നമ്മൾ പറഞ്ഞത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ the electrode, the material used as electrode, and the nature of the electrolyte and the electrode potentials. Moreover, the concentration of electrolyte. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഇതിൽ ഓർത്തിരിക്കണം. ഓക്കെ.